ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പൊന്നാനിയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ റൗബ റെസിഡൻസിലായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ റൂം എടുത്തത്. അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലെറ്റും ഉപ്മാവാണ് കേട്ടോ വാങ്ങിയത്. സംഭവം നമ്മൾ ഉറങ്ങി എണിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് മാത്രമേ ഉള്ളപ്പോ ഉള്ളത് കഴിച്ചിട്ട് അങ്ങ് പോവുക, അത്ര കഴിക്കുന്ന ആൾക്കാർ ചിലർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാൻ എപ്പോഴും ചെയ്യുന്നതായിരുന്നു. ഉപ്മാ കഴിക്കുന്നത് ഇങ്ങനെ മുളക് കിട്ടിക്കഴിഞ്ഞാൽ ഉപ്പാവിന് ടേസ്റ്റ് കൂടുന്നെങ്കിൽ ഈ മുളകിൻ്റെ ഉള്ളിലുള്ള ഈ മസാല അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് കൂട്ടിയിട്ട് ഒരു അടിയുണ്ട്. ഫുഡും കഴിച്ച് ഞങ്ങളിത് റൂമിലെത്തിയിട്ട് നല്ലോണം റെസ്റ്റ് എടുത്തിട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. രണ്ടാക്കും പെരുന്നാളും പ്രോഗ്രാമും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ കുറേ നേരം വരെ കിടന്നുറങ്ങി. നല്ല ചൂടല്ലേ, അതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ക്ഷീണമൊക്കെ മാറിയപ്പോൾ ഇതാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് തന്നെ പോയി. നല്ല സാദാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ താഴെ പോയത്. പക്ഷെ അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഗ്യാസിൻ്റെ ഒക്കെ ഇപ്പം ഈ ഗ്യാസ് കിട്ടാനില്ലല്ലോ എവിടെയും, അതിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് പോയത് ഫുഡ് കഴിക്കാൻ. ബിരിയാണി തിന്നാൻ തീരെ മൂടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിയിട്ട് രണ്ടാളാക്കിയിട്ട് കഴിച്ചു. വീണ്ടും റൂമിലെത്തി കുറച്ചു നേരം വരെ കിടന്നു റെസ്റ്റ് എടുത്തു. ഞങ്ങൾ പിന്നെ ഫ്രഷ് ആയിട്ട് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കേട്ടോ. സംഭവം ഞങ്ങൾ ഉറങ്ങിപ്പോയി കേട്ടോ. ഇനി പ്രോഗ്രാമിന് ലേറ്റ് ആയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായി എന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയത്. പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം നടന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ സിംഗേഴ്സ് എല്ലാവരും സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, ഷബ്ന അക്രം. നല്ല അടിപൊളി സിംഗറാണ്. ഞാൻ കുറേ വർഷത്തിന് ശേഷമാണ് ഷബ്നനെ കാണുന്നത്. പിന്നെ ഇത് സ്മിതേച്ചി, ഷെഹജ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ട് ഡാൻസും ഒപ്പനയും പാട്ടുകാരും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിരുന്ന ഒരു വെഡിങ് പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇതാ മിസ്നാന്റെ മോളുണ്ടായിരുന്നു കേട്ടോ. മിസ്നാന്റെ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, മാഷാഅല്ലാഹ്. അങ്ങനെ 2 ദിവസത്തെ പ്രോഗ്രാമിന് ശേഷം ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. നമ്മളെ പ്രോഗ്രാമൊക്കെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.